സംഗീതം എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് ആദ്യം ഓർമ്മ വരിക AR റഹ്മാനെയായിരിക്കും. ഇന്ത്യയിലേക്ക് ആദ്യമായി ഓസ്കാർ കൊണ്ടുവന്നവരിൽ ഒരാളാണ് AR റഹ്മാൻ. സംഗീതം ഏറ്റവും വലിയ മരുന്നാണ്. അതിന് കേൾക്കുന്ന ആസ്വാദകരുടെ മനസ്സിന്റെ അവസ്ഥകളെ മാറ്റാൻ സാധിക്കുമെന്ന് തിരിച്ചറിയുന്നത് ഒരുപക്ഷെ AR റഹ്മാൻ സംഗീതത്തിലൂടെയാണ്. പ്രണയമായാലും വിരഹമായാലും സന്തോഷമായാലും ആഘോഷമായാലും മോട്ടിവേഷൻ ആയാലും എല്ലാം AR റഹ്മാൻ സംഗീതത്തിലുണ്ട്. ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് ലോകം അറിയപ്പെടുന്ന സംഗീതജ്ഞനായി AR റഹ്മാൻ വളർന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റോജാ സിനിമയിലെ പുതുവെള്ളയമഴ എന്ന പാട്ടിൽ നിന്നാണ് പലരും AR റഹ്മാനെ ശ്രദ്ധിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് സംഗീതത്തിൽ AR റഹ്മാന്റെ കാലം തന്നെയായിരുന്നു. തമിഴിലെ ആദ്യകാല സൂപ്പർ സ്റ്റാറുകൾ മുതൽ ഇന്ന് ശിവകാർത്തികേയന്റെ അയലാനിൽ വരെ എത്തി നിൽക്കുന്നുണ്ട് AR റഹ്മാൻ മാജിക്. സ്ലം ഡോഗ് മില്ലിയനറിലെ ജയ് ഹോ എന്ന പാട്ടിലാണ് താരത്തിന് ഓസ്കാർ ലഭിക്കുന്നത്. ഹിന്ദിയിലെയും തമിഴിലെയും ഒട്ടുമിക്ക എല്ലാ താരങ്ങൾക്കും AR റഹ്മാൻ സംഗീതം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദിൽ സേ, റോക്ക് സ്റ്റാർ, ജോധ അക്ബർ, യന്തിരൻ എന്നീ സിനിമകളിലെല്ലാം AR റഹ്മാന്റെ മാജിക് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞതാണ്. 1967 ജനുവരി 6 അന്നത്തെ മദിരാശിയിൽ സംഗീത സംവിധായകൻ RK ശേഖറിന്റെ മകനായിട്ടാണ് AR റഹ്മാന്റെ ജനനം. പക്ഷേ അന്ന് പേര് AR റഹ്മാൻ എന്നായിരുന്നില്ല, ദിലീപ് കുമാർ എന്നായിരുന്നു. അമ്മ കസ്തൂരി. അച്ഛന്റെ കൂടെ മ്യൂസിക് കമ്പോസിഷന് പോകുമ്പോൾ അവിടെ ഇരുന്ന് കീബോർഡ് വായിക്കുന്ന കുട്ടിയെ എല്ലാവരും അന്ന് പ്രശംസിച്ചു. വലുതാവുമ്പോൾ ഇവനൊരു സംഗീതജ്ഞനാവുമെന്ന് പലരും പ്രവചിച്ചു. അപ്രതീക്ഷിതമായി അച്ഛൻ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ തിരിച്ചടിയായി. അന്ന് ദിലീപ് കുമാറിന് 9 വയസ്സായിരുന്നു പ്രായം. നിത്യജീവിതത്തിനുള്ള വരുമാനം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അച്ഛന്റെ സംഗീത ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് അന്ന് കുടുംബം ചെലവ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പറ്റാതെയായപ്പോൾ 11ാം വയസ്സിൽ അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തെ നോക്കാൻ AR റഹ്മാൻ പല ജോലികളും ചെയ്യാൻ തുടങ്ങി. വരുമാനം ഉണ്ടാക്കുന്നതിന്റെ തത്രപ്പാടിൽ അദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. ഇതിലും ഭേദം മകനെ തെരുവിലേക്ക് ഇറക്കി പിച്ചതണ്ടാൻ അയച്ച് വരുമാനം ഉണ്ടാക്കുന്നതാണ് എന്ന് ടീച്ചർ അമ്മയെ വിളിപ്പിച്ചു പറഞ്ഞു. അതിനുശേഷം MCN എന്ന സ്കൂളിലേക്കും അത് കഴിഞ്ഞ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും മാറി. അവിടെ വെച്ചാണ് AR റഹ്മാൻ സംഗീതത്തിലുള്ള തന്റെ താല്പര്യം വീണ്ടും പുറത്തെടുക്കുന്നത്. ശേഷം സുഹൃത്തുക്കൾക്കൊപ്പം മ്യൂസിക് ബാൻഡ് തുടങ്ങി. പക്ഷെ ജീവിക്കാൻ അതൊന്നും മതിയായിരുന്നില്ല. പഠനവും സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദിലീപ് കുമാർ അമ്മയോട് പറഞ്ഞ് സംഗീത ലോകത്തേക്ക് മുഴുവനായി ഇറങ്ങി. അതിനുശേഷം ചെന്നൈ ആസ്ഥാനമാക്കി ഒരു മ്യൂസിക് ബാൻഡിന് തുടക്കം കുറിച്ചു. നെയിംസിസ് അവന്യൂ എന്ന പേരിലുള്ള മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാവുന്നത് അങ്ങനെയാണ്. മാസ്റ്റർ ധനരാജിന്റെ കീഴിലായിരുന്നു ആദ്യം AR റഹ്മാൻ സംഗീതം പഠിച്ചത്. 11ാം വയസ്സിൽ അച്ഛന്റെ സുഹൃത്തായ മലയാളം മ്യൂസിക് കമ്പോസർ MJ അർജുനന്റെ ഓർക്കസ്ട്ര ടീമിനൊപ്പം പ്രവർത്തിച്ചു. അതിനുശേഷം MS വിശ്വനാഥൻ, വിജയഭാസ്കർ, ഇളയരാജ, രമേശ് ഭാസ്കർ, സക്കീർ ഹുസൈൻ, കുന്നക്കുടി വിദ്യാനന്ദൻ തുടങ്ങിയ പ്രഗത്ഭർക്കൊപ്പമെല്ലാം പ്രവർത്തിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. അതിനുശേഷമാണ് ലണ്ടനിലെ ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിൽ പഠിക്കാൻ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കിട്ടിയത്. അക്കാലത്ത് തന്നെ ഒത്തിരി സംഗീത സംവിധായകരുടെ അസിസ്റ്റന്റായും AR റഹ്മാൻ പ്രവർത്തിച്ചിരുന്നു. 1989 പുറത്തിറങ്ങിയ റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിൽ S ബാലകൃഷ്ണന്റെ കളിക്കളം എന്ന പാട്ടിന് പിന്നിലൊക്കെ AR റഹ്മാനുമുണ്ട്. 23ാം വയസ്സിലാണ് AR റഹ്മാൻ ഹിന്ദുമതം വിട്ട് മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. കുടുംബത്തോടെയുള്ള മതം മാറ്റമായിരുന്നു അത്. 1984 സഹോദരിക്ക് ഒരു അസുഖം മൂർച്ഛിച്ച സമയത്താണ് ഖദരി തരീഖിനെ കുറിച്ച് അദ്ദേഹം അടുത്തറിയുന്നത്. 89 AR റഹ്മാൻ എന്ന പേര് സ്വീകരിച്ച് മതം മാറ്റം നടത്തിയത്. അമ്മ കസ്തൂരി പിന്നീട് കരീമയുമായി.